രാത്രി കാഴ്ചകൾ കാണാൻ പോവാട്ടോ. ഇവിടെ ഒരു ബസാറുണ്ട്, പോണ്ടി ബസാർ. നൈറ്റ് വ്യൂ നന്നായിരിക്കും ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കാട്ടോ. പർച്ചേസ് ചെയ്യുന്ന ബസാറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അതിന്റെ രാത്രി വ്യൂ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മളൊരു 6:15 6:30 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റൂമിൽ നിന്ന്. ഇപ്പം സമയം 7:15 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴും നോക്കിയൊക്കെ ബ്ലോക്കാണ്. അപ്പം തുടങ്ങിയ റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി അപ്പം തുടങ്ങിയ ബ്ലോക്കാട്ടോ. ഇതുവരെയും ബ്ലോക്കിനൊരു ശമനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെന്നൈയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ ഏത് സമയത്തും എപ്പോഴും ബ്ലോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടാക്സിയും കാര്യങ്ങളും വിളിച്ചിട്ട് വേണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പെട്ടുപോകും. രാത്രി വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷേ ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് മടുപ്പിക്കും. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നല്ല സ്ഥലം, നല്ലത്. ഈ സ്ഥലം നമ്മൾ ഇപ്പോൾ പോകുന്നത് പോണ്ടി ബസാർ എന്നും പറയും, പാണ്ടി ബസാർ എന്നും പറയും കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം. എന്തായാലും ആ സംഭവത്തേക്കാണ്. സ്ഥലം രാത്രി വ്യൂ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നത്. എന്തായി തീരും എന്താ അതറിയില്ല നമുക്ക്. ഈ ചെന്നൈയിലെ രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ല, അതൊരു പ്രത്യേക വൈബാണ്. അതായത് നല്ല ഇരുട്ടായിരിക്കും, പക്ഷെ ആ ലൈറ്റ് കൊണ്ട് അത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഒരു ഹോട്ടലാണെങ്കിലും അതിൻ്റെയൊക്കെ ലൈറ്റിൽ അതിങ്ങനെ പ്രത്യേകം എടുത്ത് കാണിക്കൂട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നല്ല റോഡുകളുമാണ്, അതുപോലെ തന്നെ ആ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ. കളർഫുള്ളാണ്, അതായത് പലതരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ രാത്രി കളർഫുള്ളാണ്. ഇത് ഞാൻ പറയുന്നേക്കാളും കൂടുതലും നിങ്ങൾ വന്നിട്ട് കാണണം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെന്നൈ കറങ്ങാനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ രാത്രി കറങ്ങാൻ ഇറങ്ങണം. അതൊരു പ്രത്യേക വൈബാട്ടോ. അങ്ങനെ ട്രാഫിക് തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മളങ്ങനെ ചെറുതായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് കൊണ്ട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല കളർഫുള്ളാണ് കേട്ടോ. സംഭവമാണ്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ പോത്തീസും അതുപോലെ ശരവണ സ്റ്റോറൊക്കെ കണ്ടോ, ലൈറ്റ് കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ആളുകളൊക്കെ ഒന്ന് കയറും കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. പിന്നെയും ബ്ലോക്കായിട്ടോ, ചെറുതായിട്ടൊരു ബ്ലോക്കിലും കൂടി പെട്ടു. കുഴപ്പമില്ല, നമ്മളിപ്പോൾ എത്ര ടൈം ആയാലും നമ്മളവിടെ എത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂർ സിറ്റി പോലെയാണ് എന്നാട്ടോ ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു ബസാറിനെ കുറിച്ചിട്ട് പറഞ്ഞത്. എന്താല്ലേ പോത്തീസ് ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്.
അതേപോലെ തന്നെയാണ് കേട്ടോ ഓരോ ഷോപ്പും രാത്രി എന്താ ലൈറ്റ് കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭംഗിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഉരുണ്ട് ടി നഗർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി പോകണം എന്നാണ് അവരോട് ടാക്സിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൻ്റെ ഒരു എന്താ പറയുക, ബ്ലോക്കോട് ബ്ലോക്കാണ്. തല്ലാണെന്നൊക്കെ പറയില്ലേ, ബ്ലോക്കിൻ്റെ തല്ലാണെന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഒന്നങ്ങോട്ട് കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്ലോക്ക് വരും. അങ്ങനെ ബ്ലോക്കോട് ബ്ലോക്കാണ്. പക്ഷേ അവിടെ ഒരുപാട് സമയം ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. പോണ്ടി ബസാറിൽ അതുപോലെ നൈറ്റ് മ്യൂസിക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അപ്പം നമുക്കത് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം, നമുക്കൊരു ത്വര ഉണ്ടാവുമല്ലോ, ഇത് കാണണം. ആ ത്വര കൊണ്ടാണ് ഇത്രയും നമ്മൾ ക്ഷമിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് കാണാൻ തന്നെ ലൈറ്റ് കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ചിട്ട് എയർപോർട്ടും പ്രത്യേക ഭംഗിയാട്ടോ. ഒക്കെ ഒരു ഭംഗിയാണ്. എല്ലാതും പ്രത്യേക ഭംഗി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഫുള്ളും ഭംഗിയാണ്, എല്ലാം ഭംഗിയാണ് കേട്ടോ. എന്താലേ, ചെന്നൈ. ആരെങ്കിലും വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് വന്നുള്ളൂ. ഇത് ചെന്നൈയുടെ പരസ്യം നല്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ എനിക്കത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ അടിച്ച് പൊളിച്ചാണെങ്കിൽ ചെന്നൈ പോന്നോളി മക്കളെ, ചെന്നൈ പോന്നോളി. ഏറ്റവും മേലെ അവിടെ ആ സൈഡിക്ക് വണ്ടി വെച്ച് இதான் பச்சாரா? இதான் பச்சார். இன்னும் கொஞ்சம் தூரம் போனோடனே கடைங்க இருக்கும். சிங்கப்பூர் மாதிரி இருக்கும். വണ്ടി എവിടെ പാർക്ക് ചെയ്യുക? വണ്ടി എങ്ങനെ പഠിക്കുക?